SRHന്റെ പെർഫോമൻസ് കാണുമ്പോഴത്തേന് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആട് കിടന്നിടത്ത് അതിന്റെ പൂടെങ്കിലും കാണണ്ടേ. നിന്റെയൊക്കെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നീയൊക്കെ തന്നെയാണോ കളിച്ചതെന്ന് തോന്നിപ്പോകും. അതോ ചൈന വല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി ഈ പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. SRHന്റെ ബാറ്റിംഗ് ചോദിക്കുവാണെങ്കിൽ 200-ന് മേൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലെയർ, ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് പ്ലെയർ ദാണ്ട് കിടക്കുന്നു ട്രാവസ്. ആയറാം ജയറാം എന്ന് ഹിന്ദിക്കാർ പറയുന്ന പോലെ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായി പുള്ളി കയറി പോകുന്നു. പിന്നെ നോക്കുമെങ്കിൽ യുവരാജ് സിംഗിന്റെ ശിക്ഷ അഭിഷേക് ശർമ്മ, ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്മാൻ, വരുന്നു പോകുന്നു. നിനക്ക് ഒരു പരിധി ഇല്ലോടെ. ഒരു കളിയിലെങ്കിലും ഒരു 30 റൺസ് എടുക്കാൻ അഭിഷേക് ശർമ്മ നിനക്കാവാത്തത് എന്തുകൊണ്ടാണ്? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ എക്സ്പോസ് ആയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഭിഷേക് ശർമ്മയ്ക്കെതിരെ ഓപ്പോണന്റ് ചെയ്യുന്ന ബോളിംഗ് പരിശോധിക്കുവാണെങ്കിൽ ഇപ്പോൾ അവർ ഓഫ് സൈഡിൽ ബോൾ ചെയ്യുന്നതില്ല. അഭിഷേക് ശർമ്മയ്ക്കെതിരെ അഭിഷേക് ശർമ്മയ്ക്ക് ചെയ്യുന്ന ബോൾ ബോഡി ടു ബോഡിയാണ് ഇപ്പം ചെയ്യുന്നത്. ബോഡി ടു ബോഡി ബോൾ ചെയ്യുന്നു, ഫുൾ ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു. ആ ബോളിൽ അഭിഷേക് ശർമ്മ ഔട്ട് ആവുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ബാറ്റ്മാൻ ട്രാവസ് തുള്ളയുടെ കാര്യം, ഇന്ത്യയുടെ ഹെഡ് ഏക്കിന്റെ കാര്യം, ഇപ്പം LSGയുടെ പ്രിൻസ് യാദവ് വന്ന് സ്റ്റംപ് ടു സ്റ്റംപ് ബോൾ എറിയുന്നു, പുള്ളി ബൗൾഡ് ആവുന്നു. സിറാജും ചെയ്തത് അതുപോലെ തന്നെ. പുള്ളിയുടെ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, സ്റ്റമ്പിനും പാഡിനും നേരെ ബോൾ എറിയുന്നു. പുള്ളിക്ക് ആ ബോൾ കളിക്കാൻ ഭയങ്കര പ്രയാസം. പ്രത്യേകിച്ച് ഒരു 6 ഓവറിനകത്ത് അല്ലെങ്കിൽ 3 ഓവറിനകത്ത് ട്രാവസ് ഹെഡ് എന്തായാലും സ്ട്രഗിൾ ചെയ്യും. അതാണ്